രണ്ടാം വർഷ അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാൽക്കുലേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 1-2 കാൽക്കുലേഷനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള നിരവധി ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോർട്ട് ആൻസർ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കാൽക്കുലേഷനുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു 5ഓളം കാൽക്കുലേഷനുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ, എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷന്, അതേപോലെ തന്നെ മാച്ച് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ, സ്റ്റേഷനറിയുടെ തന്നെ 2 തരത്തിലുള്ള കാൽക്കുലേഷനുകൾ. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളാണ്. അതിലൊന്ന് സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതും അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്തതും. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പ്രധാന കാൽക്കുലേഷനുകളാണ് പഠിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷനാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ കുറേ ഐറ്റംസൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കാൽക്കുലേഷൻ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കാമെന്ന് ചോദിച്ചാൽ, ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുമാണ് അതിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇത് എവിടെ കാണിക്കുന്നുള്ളതിന് ആദ്യം മറുപടി പറയണം. അപ്പോൾ എക്സ്പെൻസുകൾ നമ്മളെവിടെ കാണിക്കുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പർട്ടിക്കുലേഴ്സ് കൊടുത്തതിൻ്റെ സ്ഥാനത്ത് എക്സ്പെൻഡിച്ചറിന് ഹെഡിങ് കൊടുക്കണം, എമൗണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ഈ കാൽക്കുലേഷൻ കാണിക്കാറുള്ളത്. അപ്പോൾ ഇതിലാദ്യം കാണിക്കൽ എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ആ വർഷത്തിൽ മൊത്തം കൊടുത്തിട്ടുള്ള എക്സ്പെൻസിൻ്റെ എമൗണ്ട് അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തരും, അതെടുത്തിട്ട് എഴുതാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആണ്. അതിന് പകരം ഇവിടെ എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എമൗണ്ട് എഴുതാം. എന്നിട്ട് അവിടെ ആഡ് ചെയ്ത പോലെയുള്ള ഐറ്റങ്ങളൊക്കെ ആഡ് ചെയ്യുക, ലെസ് ചെയ്ത പോലെ ലെസ്സും ചെയ്യുക. അവിടെ ആഡ് ചെയ്ത എന്തൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടാകും. ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിങ് അഡ്വാൻസും ആഡ് ചെയ്യും, ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിങ് അഡ്വാൻസ് ലെസ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ സെയിം കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷനും എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യയാണ്. വരിസംഖ്യ കിട്ടുകയാണ് ചെയ്യുക, വരുമാനമാണ് നമ്മൾ കാണിക്കൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ്. അപ്പോൾ 2 കാൽക്കുലേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. എക്സ്പെൻസ് കാണിക്കുമ്പോൾ നമ്മളിവിടെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇവിടെ ഇൻകം എന്നാണ് എഴുതാറുള്ളത്. ഇൻകം സൈഡിൽ വരുന്ന കാൽക്കുലേഷനാണ് സബ്സ്ക്രിപ്ഷൻ്റെത്. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആണ്. നമ്മളിവിടെ എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദി. അപ്പോൾ ഇങ്ങനെ 2 വ്യത്യാസങ്ങളാണ് ഈ 2 കാൽക്കുലേഷനുകളും തമ്മിലുള്ളത്. ഒന്ന്, സബ്സ്ക്രിപ്ഷൻ ഇൻകത്തിലാണ് കാണിക്കുക, എക്സ്പെൻസ് എക്സ്പെൻഡിച്ചറിലാണ് കാണിക്കുക. 2, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷനിൽ ഫസ്റ്റ് എഴുതുക. എന്നാൽ ഇവിടെ എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് എഴുതാം. ബാക്കിയെല്ലാം സെയിം ആണ്. ആഡ് ചെയ്യേണ്ട ഐറ്റങ്ങൾ അവിടെയും ഇവിടെയും സെയിം ആണ്, ലെസ് ചെയ്യേണ്ട ഐറ്റവും സെയിം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദീപം ആർട്സ് ക്ലബ്ബ്. ദീപം ആർട്സ് ക്ലബിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്ത് നോക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് എക്സ്പെൻഡിച്ചർ സൈഡ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്നത്, എക്സ്പെൻഡിച്ചർ എമൗണ്ട്. എന്നിട്ട് ഫസ്റ്റ് കാണിക്കേണ്ട ഐറ്റം പറഞ്ഞല്ലോ, എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, അതായത് സാലറി. ഇവിടുത്തെ എക്സ്പെൻസിൻ്റെ പേരാണ് സാലറി. അപ്പോൾ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എമൗണ്ട് കാണാം 87,000. താഴെ ആഡ്
ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റം നമ്മൾ പഠിച്ചു, ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് കാണാം, രണ്ടെണ്ണത്തെ നോക്കുക. ഇത് ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ്, ഇത് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 32,000. ഇനി ആഡ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് ഓപ്പണിങ് അഡ്വാൻസ്. ഓപ്പണിങ് അഡ്വാൻസിൻ്റെ എമൗണ്ട് അഡ്വാൻസുകൾ രണ്ടെണ്ണം കാണാം. അഡ്വാൻസ് 17, 18. അപ്പോൾ ഇതിൽ ഓപ്പണിങ് അഡ്വാൻസ് 19,000. ഇനി ആഡ് ചെയ്തിടാനാണ് പറഞ്ഞത്. ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്നത് 1,38,000. ഇപ്പോൾ താഴെയായിട്ട് ലെസ് ചെയ്യണം. ലെസ് ചെയ്യേണ്ട ഐറ്റങ്ങൾ: ഒന്ന് ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്ങിലെ ഓപ്പണിങ് 17,000. താഴെ ക്ലോസിങ് അഡ്വാൻസ് എമൗണ്ട്. അഡ്വാൻസിൽ ക്ലോസിങ് 8,000. ഇനി ടോട്ടൽ 1,38,000 ഇതിൻ്റെ ടോട്ടൽ. അതൊന്നത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ വരുന്നത് 1,13,000. ഈ ആൻസർ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിലൂടെ മാർക്ക് ചെയ്തതാണ്. ആൻസർ വരേണ്ടത് 1,13,000. 1,13,000 നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ രീതിയിലാണ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇനി സാലറി ആവട്ടെ, റെൻ്റ് ആവട്ടെ, വേജ് ആവട്ടെ, ഏത് തന്നെ തന്നാലും ഈ രീതിയിൽ വേണം. നമ്മളിവിടെ ഒരു പേര് മാറുമ്പോൾ ഇത് മാത്രം, സാലറിക്ക് മാത്രം പേര് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ ബാക്കി എല്ലാ കാൽക്കുലേഷനുകളും എക്സ്പെൻസിൻ്റെ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്യേണ്ട ഫോർമാറ്റ് ഇവിടെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഇതേപോലെ ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. സാലറി പേ ചെയ്തിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഉണ്ട്, അഡ്വാൻസ് ഓപ്പണിംഗ് ഉണ്ട്, അഡ്വാൻസ് ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ മുകളിൽ ചെയ്ത പോലെ എക്സ്പെൻഡിച്ചർ സൈഡും എമൗണ്ടും വരച്ച് സാലറി പെയ്ഡ് എഴുതുക. ആഡ് ചെയ്യേണ്ട ഐറ്റങ്ങൾ ആഡ് ചെയ്യുക, ലെസ് ചെയ്യേണ്ട ഐറ്റങ്ങൾ ലെസ് ചെയ്യുക. ആൻസർ 51,000 ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്, എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷനും എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷനും എല്ലാം തന്നെ അതിയായ പ്രാധാന്യമുള്ളതാണ്. എല്ലാം 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ സാമ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അടുത്തടുത്ത ഹെഡിങ്ങുകളായിട്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനോ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ നോട്ടിൻ്റെ തൊട്ടടുത്ത് കാൽക്കുലേഷൻ 2 എക്സ്പെൻസ് ഹെഡിങ് എഴുതുക, സൊല്യൂഷൻ ചെയ്യേണ്ട ഫോർമാറ്റ് എഴുതുക, പ്രോബ്ലം 1 അതിൻ്റെ ആൻസർ എഴുതിയെടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നിങ്ങൾ ആൻസർ സ്വന്തമായി ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. ആൻസർ 51,000 എന്ന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.